ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെടുന്നു. സഭാ നേതൃത്വങ്ങളുമായി സർക്കാർ ചർച്ച നടത്തും. ഒരു നൂറ്റാണ്ടായി തുടരുന്ന തർക്കത്തിന് പരിഹാരമുണ്ടാക്കുമെന്നും ഹൈക്കോടതിയിൽ സർക്കാർ. തർക്കം നിലനിൽക്കുന്ന പിറവം സെന്റ് ജോൺസ് ബെത്ലഹേം പള്ളിയിൽ സംഘർഷം. പള്ളിക്കുള്ളിൽ വൈദികർ തമ്മിൽ ഏറ്റുമുട്ടി. കിസ് മത്സരത്തിന് ചരിത്രവിരുദ്ധമായ ചോദ്യം തയ്യാറാക്കിയ കാസർകോട്ടെ അധ്യാപകന് സസ്പെൻഷൻ. നടപടിയെടുത്തത് കുമ്പളയിലെ സ്കൂൾ അധ്യാപകൻ ഗുരുപ്രസാദിനെതിരെ. ഓഗസ്റ്റ് 6-ന് ഫ്രീഡം കിസ് എന്ന പേരിൽ നടത്തിയ കിസ് മത്സരം 3 ഉപജില്ലകളിലെ സ്കൂളുകളിൽ. വന്ദേമാതര വിവാദത്തിൽ സർക്കാർ ത്രിശങ്കുവിൽ. വിവാദ ഉത്തരവ് ഗവർണറുടെ ഓഫീസ് പറഞ്ഞിട്ടെന്ന വാദം പൊളിഞ്ഞു. സ്വാതന്ത്ര്യദിന ചടങ്ങുകളിൽ വന്ദേമാതരം മുഴുവൻ പാടാൻ നിർദ്ദേശിച്ചിട്ടില്ലെന്ന് ലോക് ഭവൻ. പ്രോട്ടോകോൾ സർക്കുലറിലും ഇത്തരം പരാമർശമില്ല. കോഴിക്കോട് കക്കോടിയിൽ ആനവേട്ട സംഘം പിടിയിലായ 5-അംഗ സംഘത്തിൽ നിന്നും ആനക്കൊമ്പ് കണ്ടെടുത്തു. ആനക്കൊമ്പ് മുറിച്ച് ലക്ഷങ്ങൾ വിലയിട്ട് കച്ചവടം നടത്താൻ ശ്രമം. സംഘത്തിലെ 2 പേർക്കായി തിരച്ചിൽ. സംസ്ഥാന കർഷക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച കർഷകനുള്ള ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ചെറുവയൽ രാമന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുള്ള അവാർഡ് കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിനും ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിനും. അവാർഡുകൾ മുഖ്യമന്ത്രി സമ്മാനിക്കും. ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും വെല്ലുവിളിച്ച അർജുൻ ആയങ്കിയെ ജയിലിലടച്ചു. ആയങ്കിയെ പിടികൂടിയത് കണ്ണൂരിലെ അഭിഭാഷകയുടെ ഫ്ളാറ്റിൽ നിന്നും. ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കുമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ആയങ്കിയെക്കുറിച്ച് വിവരം നൽകിയ ഓട്ടോ ഡ്രൈവർക്ക് 1 ലക്ഷം രൂപ സമ്മാനം പ്രഖ്യാപിച്ച ആഭ്യന്തരമന്ത്രി. അർജുൻ ആയങ്കിക്ക് പൂട്ടിടാൻ കാപ്പ കേസും. ഹീറോയാണോ സീറോയാണോ എന്ന് വൈകാതെ മനസ്സിലാകുമെന്ന് ADGP P. വിജയൻ. ആരാധകരും നിരീക്ഷണത്തിൽ. ഓപ്പറേഷൻ ഗ്രിപ്പിൽ കഴിഞ്ഞ രാത്രിയിൽ അകത്തായത് 55 പേർ. വടകര രാസലഹരി കേസിൽ പുതിയ തെളിവുകൾ. അറസ്റ്റിലായ അധ്യാപിക കീർത്തനയുടെ അക്കൗണ്ടിലാകെ ദുരൂഹത. 5 മാസത്തിനിടെ 15 ലക്ഷത്തിന്റെ ഇടപാടുകൾ. തിരുവനന്തപുരത്തെ ലഹരി ഇടപാടുകളിലെ പ്രധാനി കൊല്ലം സ്വദേശി നന്ദു പിടിയിൽ. തൃശൂർ വടക്കാഞ്ചേരിയിൽ 150 ഗ്രാം രാസലഹരിയുമായി കുന്നംകുളം സ്വദേശി ശരത്തും പിടിയിൽ. ചുവപ്പുനാടയിൽ കുരുങ്ങി ടാക്സ് ഓഫീസർ റാങ്ക് ഹോൾഡർമാരും. അഡ്വൈസ് കാത്ത് നിരവധി പേർ. പരീക്ഷ നടന്നത് 2021-ൽ. ഒഴിവുകൾ 60-ലേറെ. റാങ്ക് പട്ടികയ്ക്ക് കാലാവധി ഇനി ദിവസങ്ങൾ മാത്രം. പട്ടിക അട്ടിമറിക്കാനുള്ള നീക്കമെന്ന് ഉദ്യോഗാർത്ഥികൾ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ക്ഷേമ പദ്ധതിക്കായി 15 കോടി അനുവദിച്ച സർക്കാർ നടപടി സ്വാഗതം ചെയ്ത് എൻഡോസൾഫാൻ ദുരിതബാധിതർ. മുടങ്ങിക്കിടക്കുന്ന മരുന്നും ചികിത്സാ പുനരധിവാസ സഹായങ്ങളും ഉടൻ നടപ്പാക്കണമെന്ന് പീഡിത ജനകീയ മുന്നണി. ചൊവ്വാഴ്ച മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ സമരസമിതി. ക്ഷേമ പദ്ധതികൾക്കായി പണം അനുവദിച്ചത് സാമൂഹ്യനീതി വകുപ്പ്. ഇന്ത്യ-US ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ പുതിയ നീക്കം. US വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി. തന്ത്രപരമായ സഹകരണം ശക്തമാക്കാൻ നീക്കം. വീണ്ടും കടുപ്പിച്ച് ഇറാൻ. ഉപാധികൾ അമേരിക്ക അംഗീകരിക്കാതെ ഹോർമുസ് തുറക്കില്ല. അമേരിക്കൻ ശ്രമം ചർച്ചകൾ താളം തെറ്റിക്കാനെന്ന് സൈന്യം. ഹോർമുസ് തുറക്കലും ഒമാന്റെ മധ്യസ്ഥതയിലെ ചർച്ചയും തമ്മിൽ ബന്ധമില്ലെന്നും ഇറാൻ. ഹോർമുസിൽ ഇറാൻ കപ്പൽ ആക്രമിച്ചെന്ന് UAE. ഒമാൻ തീരത്തും കപ്പലാക്രമണമുണ്ടായെന്ന് UK വ്യാപാര സംഘടന. യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് അമേരിക്ക. നീട്ടിക്കൊണ്ടുപോകാൻ ഇറാൻ ആവതില്ലെന്ന് ട്രംപ്. കരിങ്കടലിലേക്കുള്ള ചരക്ക് കപ്പൽ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി തുർക്കി. ഡാർഗനെല്ലസ് കടലിടുക്കടച്ചത് റഷ്യൻ എണ്ണ നീക്കത്തെ പ്രതിസന്ധിയിലാക്കും. തുർക്കി ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായത് പ്രകോപനത്തിന് കാരണം. ഹോർമുസിന് പിന്നാലെ പുതിയ പ്രതിസന്ധിയിൽ. എണ്ണ വില ഇനിയും ഉയരുമെന്ന ആശങ്ക.
ഗ്രീൻലൻഡിൽ എണ്ണക്കിണർ കുഴിക്കാൻ അമേരിക്കൻ കമ്പനിയുടെ നീക്കം. ശക്തമായ പ്രതിഷേധവുമായി ഗ്രീൻലൻഡ് ഭരണകൂടം. ഡൊണാൾഡ് ട്രംപുമായി അടുത്ത ബന്ധമുള്ള കമ്പനിയെന്ന ആക്ഷേപം. മുസ്തഫ ഖമനയി മരിച്ചിട്ടില്ലെന്ന് ഇറാൻ. ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. മുസ്തഫ ആരോഗ്യവാനെന്ന് ഇറാൻ അർദ്ധ സർക്കാർ മാധ്യമം. ദൃശ്യത്തിൽ മുസ്തഫയ്ക്ക് ചുറ്റും ആളുകൾ. ലയണൽ മെസ്സിയുടെ പിതാവ് ഹോർഗെ മെസ്സിക്ക് വിട ചൊല്ലി ലോകം. അന്ത്യം ഇന്നലെ ജന്മനാടായ റൊസാരിയോയിൽ രാത്രി 10-ന് ആദരാഞ്ജലി അർപ്പിച്ച് മെസ്സി ആരാധകരും ക്ലബ്ബുകളും.